ഇവിടെയാണ് സീതാദേവി തൻ്റെ മാതാവായ ഭൂമിദേവിയിലേക്ക് അന്തർദാനം ചെയ്തുവെന്ന് വിശ്വസിക്കുന്ന ആ ഒരു സ്ഥലം. അന്തർദാന സ്മൃതിശിലാ സഹസ്രദള പത്മം. ഇതൊക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ക്ഷേത്രത്തിന് താഴെയുള്ള അശോകവനത്തിൽ ധ്യാനത്തിലിരിക്കുന്ന സീതാദേവിയുടെ ഒരു കൃഷ്ണശില ശില്പവും കൂടിയുണ്ട്. രാമായണവുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സ്ഥലമാണ് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സീതാലവകുശ ക്ഷേത്രം, അതുപോലെ തന്നെ വാത്മീകി ആശ്രമം. മറ്റൊന്നാണ് ചേടാറ്റിൻകാവ്. ഈ ചേടാറ്റിൻകാവിലാണ് സീതാദേവി തൻ്റെ മാതാവായ ഭൂമിദേവിയിലേക്ക് അന്തർദാനം ചെയ്തു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആ ഒരു സ്ഥലം കൂടിയുള്ളത്. നമുക്കിന്ന് ഈ ക്ഷേത്രങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം, അവിടുത്തെ കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പുൽപ്പള്ളി സീതാലവകുശ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ ചേടാറ്റിൻകാവാണിത്. പണ്ട് ജഡേറ്റകാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാലാന്തരത്തിൽ അത് ചേടാറ്റിൻകാവായി. അങ്ങനെ സീതാദേവി ഇവിടെ ചേടാറ്റിലമ്മയായി കുടികൊള്ളുന്നു. പുൽപ്പള്ളി ടൗണിനോടടുത്ത് കിടക്കുന്ന താഴേങ്ങാടിയിലാണ് ചേടാറ്റിൻകാവ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യഭൂമിയാണ് ചേടാറ്റിൻകാവ്. സീതാദേവിക്ക് എങ്ങനെയാണ് ചേടാറ്റിലമ്മ അല്ലെങ്കിൽ ജഡേറ്റമ്മ എന്ന് പേര് വന്നത് എന്നറിയാമോ? അതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഞാൻ ഈ നേരെ കാണിക്കുന്ന ഭാഗത്തായിട്ടാണ് സീതാദേവി തൻ്റെ മാതാവായ ഭൂമിദേവിയോടൊപ്പം ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന സ്ഥലം. നമുക്കത് അടുത്ത് കാണാം. ഇന്നവിടെ അന്തർദാന സ്മൃതിശിലാ സഹസ്രദള പത്മം എന്ന ഒരു ശില്പം കൂടിയുണ്ട്. അന്ന് ആ സമയത്ത് ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതശത്രുഘ്നന്മാർ, ലവകുശന്മാർ, വാത്മീകി മഹർഷി, ഹനുമാൻ, പിന്നെ മറ്റു ദേവഗണങ്ങൾ ഇവരെല്ലാവരും കൂടെ സംഗമിച്ചു എന്ന് കരുതപ്പെടുന്ന പുണ്യഭൂമി കൂടിയാണിത്. ഇനി എങ്ങനെയാണ് ദേവിക്ക് ഈ പേര് വന്നതെന്ന് നോക്കാം. പണ്ട് അയോധ്യയിൽ അശ്വമേധയാഗം നടക്കുന്ന സമയത്ത് ശ്രീരാമൻ അയച്ച യാഗാശ്വത്തെ മക്കളായ ലവകുശന്മാർ പിടിച്ചു കിട്ടുകയും കാണാതായ യാഗാശ്വത്തെ അന്വേഷിച്ചിറങ്ങിയ ശ്രീരാമ ലക്ഷ്മണന്മാർ മക്കളെയും ദേവിയെയും കണ്ടുമുട്ടുകയും ചെയ്തു. തൻ്റെ കൂടെ അയോധ്യയിലേക്ക് വരാൻ പറയുകയും അത് നിരസിച്ച സീതാദേവി തൻ്റെ മാതാവായ ഭൂമിദേവിയോടൊപ്പം ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തു എന്നാണ് പറയുന്നത്. അന്തർദാനം ചെയ്യുന്ന സമയത്ത് ദേവിയുടെ മുടിയിൽ പിടിക്കുകയും ആ മുടി അറ്റ് രാമൻ്റെ കയ്യിൽ ബാക്കിയാവുകയും ചെയ്തു. മുടി അറ്റുപോയ ദേവിയെയാണ് ജഡയേറ്റമ്മ അല്ലെങ്കിൽ മുടിയേറ്റമ്മ എന്ന് വിളിക്കുന്നത്. അതാണ് പിന്നീട് ജഡയേറ്റ കാവായി മാറിയത്. ജഡയേറ്റമ്മ ആയതുകൊണ്ടാണ് ഇവിടെ ജഡയേറ്റ കാവ് ഉണ്ടാകുകയും ആ കാവിനെയാണ് പിന്നീട് ചേടാറ്റിൻകാവ് എന്നറിയപ്പെടുകയും ചെയ്യുന്നത്. ഈ അമ്പലത്തിന് താഴെ ഒരു അശോകവനവും, അശോകവനത്തിൽ ശ്രീരാമനെ ധ്യാനിച്ചിരിക്കുന്ന സീതാദേവിയുടെ ഒരു കൃഷ്ണശിലയുമുണ്ട്. അതിനോട് സമീപം തന്നെ ലവകുശന്മാരെയാണ് മുരിക്കന്മാർ എന്നും അറിയപ്പെടുന്നത്. അതോടെ വേട്ടക്കുരുമകൻ്റെയും പ്രതിഷ്ഠാസങ്കല്പമുള്ള ഒരു ആൽത്തറയുമുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്കും പോകാം. വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഈ ഒരു ക്ഷേത്രത്തിന് ചുറ്റും. ധാരാളം മരങ്ങളും ധാരാളം കിളികളുമുള്ള മനോഹരമായൊരു അന്തരീക്ഷം. എന്തായാലും പുൽപ്പള്ളിയിലൊക്കെ വരുന്നവർ തീർച്ചയായും ഈ ക്ഷേത്രം കൂടെ കാണുകയും അനുഭവിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. നമുക്ക് നേരെ ഇനി ഇവിടുന്ന് പുൽപ്പള്ളി ടൗണിലുള്ള സീതാലവകുശ ക്ഷേത്രത്തിലേക്ക് പോകാം. ഇതാണ് പുൽപ്പള്ളി ടൗണിലുള്ള സീതാലവകുശ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം. നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുക മനോഹരമായ ഒരു ആനയുടെ പൂർണ്ണകായ ശില്പമാണ്. ഒരുപാട് വർഷകാലം അമ്മയുടെ തിടമ്പേറ്റി നടന്ന ശങ്കരൻകുട്ടി എന്ന ആനയുടെ ശില്പമാണത്. അതേ സ്ഥലത്ത് തന്നെയാണ് അവൻ ചരിഞ്ഞതും. ഇപ്പോൾ അവൻ്റെ ഓർമ്മയ്ക്കായി അമ്മയെ നോക്കി നിൽക്കുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ ശില്പം അവിടെ പണികഴിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ കേട്ട മറ്റൊരു ഐതിഹ്യമാണ് പുൽപ്പള്ളി പ്രദേശത്ത് അട്ട ഇല്ല എന്നുള്ളത്. പണ്ട് മക്കളായ ലവകുശന്മാരെ അട്ട കടിക്കുകയും അതിൽ
കോപാകൃഷ്ടയായ സീതാദേവി അട്ടകളെ ശപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അതിനുശേഷം ഈ ക്ഷേത്രത്തിന്റെയും പുൽപ്പള്ളിയുടെ മറ്റു പല പ്രദേശങ്ങളിലും അട്ടയെ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് മറ്റൊരു ഐതിഹ്യം. 18-ാം നൂറ്റാണ്ടിൽ കേരളവർമ്മ പഴശ്ശിരാജാവാണ് ഈ ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചത് എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കേരളത്തിലെ തന്നെ ഏക സീതാദേവിയും മക്കളായ ലവകുശന്മാരും പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. ഞങ്ങൾ അന്നോടെ പോയ സമയത്ത് പല പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് മുരിക്കന്മാർക്ക് അല്ലെങ്കിൽ ലവകുശന്മാർക്കുള്ള അപ്പനിവേദ്യമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഉത്സവം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം എന്തായാലും കാണേണ്ട കാഴ്ച തന്നെയാണ്. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് താലം, പ്രാദേശിക താലപ്പൊലി. അത് എന്തായാലും അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ സീതാദേവിയുടെയും മക്കളായ ലവകുശന്മാരുടെയും കൂടാതെ മറ്റ് ഉപദേവതാ പ്രതിഷ്ഠകൾ കൂടിയുണ്ട്. ശിവന്റെ പ്രതിഷ്ഠയുണ്ട്, അതുപോലെ അയ്യപ്പൻ, മുരുകൻ, വേട്ടക്കുരുമകൻ, ഗണപതി, പിന്നെ ഒരു സർപ്പക്കാവും കൂടിയുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വാത്മീകി ആശ്രമത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ വീഡിയോയുടെ താഴെ കമന്റിൽ കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 2 ക്ഷേത്രങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. അതാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഞാൻ ആ വാത്മീകി ആശ്രമത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് കയറി കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ വയനാട് പുൽപ്പള്ളിയൊക്കെ വരുന്നവർ തീർച്ചയായും പോകേണ്ട സ്ഥലങ്ങളാണിത്. വാത്മീകി ആശ്രമം, ചേടാറ്റിൻകാവ്, പുൽപ്പള്ളി സീതാ ലവകുശ ക്ഷേത്രവും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ കാണാം. നമസ്കാരം.